ഹലോ, ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കണ്ണൻകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്മാനങ്ങളും അതുപോലെ തന്നെ ക്ലാപ്സും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷങ്ങളൊക്കെ കിട്ടിയൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ദേശത്തെ ഒരു സ്കൂളിൽ വെച്ചിട്ട് നമ്മുടെ പരിസരത്തുള്ള എല്ലാ അംഗൻവാടിത്തെ പിള്ളേരെയും ഒത്തുചേർത്തുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാലകലോത്സവം എന്നായിരുന്നു കേട്ടോ ആ പരിപാടിയുടെ പേര്. അപ്പോൾ അതിൽ ഒരുപാട് പിള്ളേർ ഫാൻസി ഡ്രസ്സിനും അതുപോലെ തന്നെ പദ്യം ചൊല്ലിനും സംഘഗാനത്തിനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാരനായിട്ടും സ്പൈഡർമാനായിട്ടും ശകുന്തളയായിട്ടും മീൻകാരനായിട്ടും കൃഷിക്കാരനൊക്കെ ആയിട്ട് കുട്ടികൾ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടി അതിൽ കർഷകനായിട്ടായിരുന്നു കേട്ടോ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ മക്കൾക്കും അവിടെ ഒത്തുചേർന്നിട്ടുള്ള എല്ലാ മക്കൾക്കും സമ്മാനം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഏതാ സെക്കൻഡ് ഏതാ അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല. എല്ലാ മക്കൾക്കും, കുഞ്ഞു മക്കളല്ലേ, അവരുടെ മനസ്സിലൊന്നുമില്ല, അവർക്ക് നിഷ്കളങ്കരായിട്ടുള്ള പിള്ളേർക്ക് എല്ലാവർക്കും സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസും കർഷകരും തമ്മിലുള്ളൊരു യുദ്ധമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പരിപാടിയിൽ പങ്കെടുത്തു. അവർക്ക് ചെറുപ്പം മുതൽ ഇതുപോലത്തെ പരിപാടികളൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു ചെറിയൊരു പേടി കാര്യങ്ങൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ചെറുപ്പം മുതലേ ചെറിയ ചെറിയ പരിപാടികളൊക്കെ പങ്കെടുപ്പിക്കുക. അതിന് വേണ്ടി നമ്മൾ അമ്മമാരും ഒന്ന് പരിശ്രമിക്കുക. അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ ധൈര്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. ആ പേടി അങ്ങോട്ട് മാറും എല്ലാ മക്കൾക്കും. അപ്പോൾ എല്ലാ മക്കളും നല്ല ഭംഗിയിൽ ഒരുങ്ങി വന്ന് എല്ലാവരും നല്ല രസത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കസാരക്കളി അങ്ങനത്തെ കുറച്ച് ഗെയിംസുകളും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കസാരക്കളിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ ചെയ്തിരുന്നത് പുറത്തുള്ള പാർക്കിൽ പോയിട്ട് കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ണൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ അവരൊക്കെ പാർക്കിലായിരുന്നു കളി. അവിടെ കസാരക്കളിയിലൊന്നും പങ്കെടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വലിച്ചു കൊടുത്തിട്ട് അവനെ വേറൊരു ഗെയിമിൽ പങ്കെടുപ്പിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്കൂള്. ചെറിയൊരു സ്കൂളാണ്, LP വരെയുള്ള നല്ല സ്കൂളാണ്. അടുത്ത അധ്യാപകരൊക്കെ നല്ല അധ്യാപകരായിരുന്നു കേട്ടോ. നമുക്ക് നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് എല്ലാവരും പെരുമാറിയത് മക്കളോടൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അവനെ പിടിച്ച് വലിച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പരിപാടികളിലും പങ്കെടുക്കട്ടെ വെച്ചിട്ട് കോയിൻ കളക്ഷന് കൊണ്ടുപോയി നിർത്തി. അപ്പോൾ എല്ലാവരും കോയിൻ കളക്ട് ചെയ്യുന്നതിൽ മൂപ്പരാൾ വന്നിട്ട് ബാക്കിലത്തെ കോയിനുകളൊക്കെ എടുത്ത് വേഗം പറക്കിയിട്ടു. അപ്പോൾ അതിൽ 30 കോയിൻ അവൻ കളക്ട് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും ഒരുപാട് സന്തോഷം. അപ്പോൾ അതിന് നല്ല പനി ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് പോകാൻ പറ്റുമോ അറിയണ്ടായിരുന്നില്ല. പനി കുറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയതാണ്. എന്നാലും കുട്ടിക്ക് ഫസ്റ്റൊക്കെ കിട്ടി. അത് അടിപൊളിയായി. അത് കഴിഞ്ഞിട്ട് അവിടെ ചോറുണ്ടായിരുന്നു. നമുക്ക് ചോറിനെ നല്ല ചൂട് ചോറും അതുപോലെ തന്നെ സാമ്പാറും പപ്പടം നെല്ലിക്ക അച്ചാറും കാബേജ് ഉപ്പേരിയൊക്കെ ആയിട്ട് ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചു അവിടെ നിന്ന്. പിന്നെ പായസം ഉണ്ടായിരുന്നു, സേമിയ പായസമായിരുന്നു. അത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ഇതുപോലെ ഒരു പരിപാടികളൊക്കെ പങ്കെടുക്കുക, സമ്മാനങ്ങളൊക്കെ വാങ്ങുക. അവർക്ക് ചെറുപ്പത്തിലേ ഒരു ധൈര്യം കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്